ഹായ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ അധികമായി ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് ആണ്. ഞാൻ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം റെയിൽവേ എക്സാം അനുബന്ധമായിട്ടാണ്. ഇനി മുതൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി. അതായത് റെയിൽവേ നടത്തുന്നത്, SSC, എല്ലാ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന എക്സാം കേന്ദ്രീകരിച്ചാണ് ഞാൻ ഇനി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു എക്സാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് സിലബസ്. സിലബസ് എന്ന് വെച്ചാൽ ഓരോ സിലബസിനും എന്തൊക്കെ സബ്ജക്റ്റ് ഉണ്ട്, ഓരോ സബ്ജക്റ്റിനും എന്തൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഓരോ ചാപ്റ്ററിലും എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നു. ഇപ്പോൾ മാത്സ് അല്ലെങ്കിൽ റീസണിങ്ങിന് ഓരോ ചാപ്റ്ററിനും ഒരു 10 അല്ലെങ്കിൽ 15 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത്രയും ടൈപ്സ് ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കി അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി അതിന് ആൻസർ കണ്ടെത്തുക എന്ന് മാത്രമല്ല, ഈ ഒരു ആൻസർ എത്ര വേഗം നമ്മൾ കണ്ടുപിടിക്കുന്നു അതിലാണ് നമ്മുടെ വിജയം. നമ്മൾ ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യന് വേണ്ടി ഒരു മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒരു 30 സെക്കൻഡോളം നമ്മൾ അത് സോൾവ് ചെയ്യണം. അപ്പോൾ നോർമലി നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു രീതി എന്താണെന്ന് വെച്ചാൽ വേഗം നമ്മൾ ആൻസർ കണ്ടെത്തുക, അത്രേ ഉള്ളൂ, അവിടെ തീരുന്നു പരിപാടി. എന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാമിലോട്ട് വരാൻ നേരത്ത് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അത് ആൻസർ വേഗം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള ട്രിക്സുകൾ വേണം നമ്മൾ ആദ്യമേ പഠിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഓരോ മാത്സിന്റെ ആയിക്കോട്ടെ, റീസണിങ്ങിന്റെ ആയിക്കോട്ടെ, ഓരോ ചാപ്റ്റേഴ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിന്റെ ബേസിക്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഗുണിക്കാനും ഹരിക്കാനും അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അതിൽ നിന്ന് തുടങ്ങി എക്ദം ലാസ്റ്റ് ഒരു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് അതുവരെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഈ ഓരോ ക്ലാസ്സുകളും ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കത് വഴിയെ പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ ഏതൊരു ജോലി ആയിക്കോട്ടെ, നമുക്കൊരു ജോലി അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാം, ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ഒരാൾ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം ട്രൈ ചെയ്തായിരിക്കും ആ ഒരു എക്സാം നമുക്ക് വേഗം പാസ്സായി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എക്സ്പീരിയൻസ് ആണ്. അതായത് ഇയാൾ ഈ ഒരു 5 വർഷം എക്സാം എഴുതാൻ നേരത്ത് ഇയാൾ ഇത്തരം വർഷം കളഞ്ഞെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു 5 വർഷത്തിൽ അയാൾ ഒരു 60 എക്സാമുകൾ അയാൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എക്സാം അറ്റൻഡ് ചെയ്യാൻ നേരത്ത് അയാൾക്ക് എക്സ്പീരിയൻസ് ആണ് കൂടുന്നത്. അപ്പോൾ ഇത് എക്സാം അറ്റൻഡ് ചെയ്തല്ല നമ്മൾ എക്സ്പീരിയൻസ് കൂട്ടുന്നത്. ആ ഓരോ എക്സാമിനും അയാൾ ഒരു 100 ക്വസ്റ്റ്യൻസ് എങ്കിലും അയാൾ കാണുന്നുണ്ട്. അപ്പോൾ 50 × 100 ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ എന്തോരം ക്വസ്റ്റ്യൻസ് ആയി. അതേപോലെ തന്നെ മാത്സിന്റെയും റീസണിന്റെയും മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ മാത്സിന്റെ റീസണിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എത്രയേറെ നമ്മൾ ചെയ്ത് പഠിക്കുന്നു അത്രയേറെ നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നു. അപ്പോൾ എത്രയേറെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നു അത്രയേറെ ഈസി ആയിരിക്കും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കഥകളും കവിതകളും പറയാതെ ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.